ലാലേട്ടനുമായിട്ട് ഒരുമിച്ച് ലിജോ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ചുള്ള ഒരു സിനിമ. ഇനി ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണം പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ അതുണ്ടാകട്ടെ ഞങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസ നേരുന്നു. ഉടനെ ഉണ്ടാകുമോ? അല്ല, അത് പറയാൻ പറ്റില്ല. അത് നമ്മളൊരു, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തെ പോലൊരു ആളെ നമ്മളൊരു കഥ കൺവിൻസ് ചെയ്യാണല്ലോ വേണ്ട. അപ്പൊ അങ്ങനെ ഒരു കഥ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് അതിന്റെ ഒരു ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടില്ല. സംഭവിക്കട്ടെ എന്ന് വിചാരിക്കും. സംഭവിക്കണം, അത് തന്നെ പ്രതീക്ഷ നമുക്ക് കേട്ടോ. ബിഗ് ബോസ് സീരിയൽ ഇപ്പോൾ വലിയൊരു സിനിമയിൽ ഇതുവരെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. ഇന്നലെ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം കാണുന്ന മുഖം സുചിത്രയുടെ മുഖം അല്ലേ? ആദ്യം കാണുന്ന മുഖം അതാണ്. എന്നിട്ടാണ് ബാക്കിയുള്ളതിലേക്ക് പോകുന്നത്. എന്ത് തോന്നി ആ നിമിഷം? ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് ഇതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല. ഞാൻ മാത്രമല്ല, ഞാൻ, മനോജ്, ഞങ്ങൾ കുറേ പേരുണ്ട് തുടക്കക്കാര്. സിനിമയിലേക്ക് ആദ്യമായി ചുവടുവെച്ച് ഞങ്ങൾ കുറച്ച് പേർക്ക് ഇതിൽ വലുതായിട്ട് ഇനി ഒന്നും ലഭിക്കാനില്ല. ഈശ്വരൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് ഞങ്ങളെയാണെന്നാണ് പറയാനുള്ളത് ശരിക്കും. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. എല്ലാവരോടും നന്ദി പറയാനും മാത്രമേ ഉള്ളൂ. ഫുൾ ടീമിനോട്. അത് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ലിജോ സർ, ലാലേട്ടൻ, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ, ടിനുചേട്ടൻ, എല്ലാവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഇതിനു മുമ്പ് സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അന്നൊന്നും ഓഫറുകൾ വേണ്ട എന്ന് വെച്ചത്? വേണ്ടാന്ന് വെച്ചത് അല്ല, ഞാൻ ചെയ്യുന്നത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും എനിക്ക് അത്രയും നല്ലൊരു മൂവി അല്ലെങ്കിൽ കുറച്ച് മതി. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ദയവായിട്ട് കൊണ്ട് തന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നില്ല. ചെയ്യുന്ന കുറച്ചാണെങ്കിലും നല്ലത് ചെയ്യണം എന്നുണ്ട്. ലാലേട്ടനുമായിട്ട് കോമ്പിനേഷൻ വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ ഉണ്ടാവാണ്ടിരിക്കുവോ? കണ്ടവർക്കറിയാം. രണ്ട് ടൈപ്പ് ഓഫ് ഫെയർവെൽ എനിക്കുണ്ടായിരുന്നു. ഒന്ന് ടെൻഷൻ കൊണ്ട്, ഒന്ന് തണുപ്പ്, പിന്നെ വസ്ത്രത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആ സീൻ എടുത്തോണ്ട് ഇതായിരുന്നു എന്റെ അവസ്ഥ. 0 -ഡിഗ്രി പോയി തുടങ്ങിയായിരുന്നു ആ സമയത്ത്. അത് ലേറ്റ് നൈറ്റ് ആയിരുന്നു ഷൂട്ട്. 12, 1 മണി, 2 മണി ആ ടൈമിലൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പൊ ഭയങ്കര തണുപ്പ്. ആ ടൈമില് വസ്ത്രത്തിന്റെ പരിമിതികളുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് ടിനുചേട്ടനൊക്കെ നിറയെ ജാക്കറ്റും കോട്ടും ഒക്കെ ഇട്ടിട്ടാ നിക്കുന്നത്. എന്നിട്ട് വിറയില്ല. എന്താ വിറയ്ക്കുന്നതിനാ? അത് കേൾക്കുമ്പോ പേടിയുണ്ട്. സമയം പോലോ, നാളത്തേക്ക് ഷൂട്ട് തുടങ്ങണല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു. ചെറിയ പനിയും പുള്ളി വന്ന് അഭിനയിച്ചോണ്ടിരിക്കുന്നു. പനി ഉണ്ടായിട്ടും 2 മണിക്ക് അത്രയും തണുപ്പിലൊക്കെ. ഡ്രസ്സൊന്നും ഇല്ല. വല്ലാത്തൊരു സീനായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ അല്ലെ? തണുപ്പും രാത്രിയും, ഡ്രസ്സും ഇല്ല. പരിമിതമായ ഡ്രസ്സ്, കുറച്ചെങ്കിലും ഡ്രസ്സ് ഉണ്ട്. ലാലേട്ടൻ അതുപോലും ഇല്ല അല്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ട്രailerലൊക്കെ കണ്ടില്ല. ഫുൾ കവേർഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ലല്ലോ, അങ്ങനത്തെ ഒരു സ്റ്റൈലിംഗ് ആണല്ലോ കോസ്റ്റ്യൂം. അതെ, അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്ത് തണുപ്പ് കൊണ്ടാലും, എന്ത് ടെൻഷൻ അടിച്ചാലും റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. ആ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. നേരത്തെ പറഞ്ഞാൽ ഒരു സീനാണെങ്കിലും കൂടിയ ടീമാണ് വലുത്. ആ പ്രൊഡക്ഷൻ ലിജോ ചേട്ടന്റെ കൈകളിൽ ഭദ്രമായ ഒരു ഡയറക്ടറിന്റെ അടുത്ത് പോയി എത്തുക എന്നുള്ളതാണ്. അവിടെയൊക്കെ എത്താൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആളുകൾ. ശരിക്കും എന്നോട് എല്ലാരും ചോദിച്ച ചോദ്യം എങ്ങനെ എത്തി? എനിക്കുണ്ട്, എങ്ങനെ എത്തി? അല്ല, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഞങ്ങള് ലിജോ ചേട്ടൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിരുത്തി ഞങ്ങൾ ഇരുന്ന് കാണും. പുള്ളി എന്ന് പറഞ്ഞാൽ ലൈവല്ല, പിന്നീട് കാണും. അപ്പൊ അങ്ങനെ കാണുമ്പോ പലരെയും ഇപ്പൊ ജല്ലിക്കെട്ടില് സാബുവിനെ കാസ്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസിന് മുമ്പേ സാബുവും ലിജോചേട്ടനും സുഹൃത്തുക്കളാണ്. പക്ഷെ കാസ്റ്റിംഗ് വരുന്നത് ആ ബിഗ് ബോസിന്റെ സമയത്ത് ആലോചനയിൽ ഉണ്ടായതാണ്. അപ്പൊ ലൈവായിട്ട് നിന്നപ്പോ അപ്പൊ അങ്ങനെയാണ് സുചിത്രയും എന്നെ ഇങ്ങനെ കാണിക്കുന്നത്, ഈ കുട്ടി ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് ബിഗ് ബോസിൽ പോണവർക്ക് ഒരു ഭാഗ്യമുണ്ട്. കണ്ടിപ്പെടും. പുള്ളിയെ കണ്ടുപിടും. പുള്ളി ഇതിന്റെ ഞാൻ അങ്ങനെ കാണാറില്ല. പുള്ളി ഇതിന് കാണുമ്പോൾ എന്നെ വിളിച്ചത് കാണിക്കുക. അതൊരു ഇനി അടുത്ത സീസൺ 6 പോണവരെല്ലാം ശ്രദ്ധിച്ചോ. ലിജോ ചേട്ടനെ കണ്ണിൽ എന്തായാലും ഉണ്ടാവും. ചാൻസ് കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ അടുത്ത പടത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതല്ലേ നേരത്തെ ബിഗ് ബോസിലൊക്കെ അഭിനയിച്ച ആൾക്കാരൊക്കെ. അതല്ലേ
അപ്പൊ അത് വലിയൊരു ഗുണമായി. അതെ അവിടെ കുറച്ച് പൊട്ടിത്തെറിക്കുകയും കരയുകയൊക്കെ ചെയ്തെങ്കിലും ഗുണമായി. അതെ ഞാൻ വലുതായിട്ട് സേഫ് ഗെയിമർ ആയിരുന്നു. അതെ അതെ, വിളിച്ചിരുന്നുള്ള ഒളിച്ചിരുന്നുള്ള പാത്ത് എവിടെയും പെടരുതെന്ന് ആഗ്രഹിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഇതൊരു ഗുണമായി എന്ന് അല്ല മാത്രം. അങ്ങനെ പോയിട്ട് ലിജോസിന്റെ കണ്ണിപ്പെട്ടു. അത് വലിയൊരു ഭാഗ്യമാണ്.